ഹോർമുസ് കടലിലെ ഡാറ്റ കേബിളും ഇറാൻ തകർക്കുമെന്നാണ് പുതിയ ഭീഷണി. ഇത് മേഖലയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിലുള്ള അസ്ഥിരത രൂപപ്പെടും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ കെടുതിയും പ്രശ്നങ്ങളും ദുരന്തവും നടക്കുന്നതിനോടനുബന്ധിച്ചാണ് മറ്റൊരു സാങ്കേതിക സംവിധാനം കൂടി തകർക്കും എന്നുള്ള ഇറാൻ്റെ ഭീഷണിക്ക് മുൻപിൽ മറുപടി പറയാനാകാതെ അമേരിക്ക കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്ന കാര്യം എങ്ങനെയാണ്? കടലിലെ ഡാറ്റ കേബിളുകൾ ആകസ്മികമായോ മനഃപൂർവ്വമോ ഒരുപക്ഷെ തകരാറിലാകാം. ഗൾഫ് മേഖലയെ ഇത് സാരമായിട്ട് ബാധിക്കും. സാങ്കേതിക പിഴവ് വന്നാൽ അത് സാമ്പത്തിക മേഖലയെയാണ് ആദ്യം തന്നെ ബാധിക്കുക. പെട്രോളിയം ഒരു ഭാഗത്തും സാമ്പത്തിക മേഖല മറ്റൊരു ഭാഗത്തും പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ലോകം തന്നെ നിശ്ചലമാകാൻ ഒരുപക്ഷെ ഇത് മതിയാകും. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മേഖലകളിലേക്ക് UK, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസ് കടൽ വഴിയാണ് കേബിളുകൾ വരുന്നത്. അത് സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടമായിട്ട് തന്നെയാണ്, ഏറ്റവും ഷോർട്ട് വേ ആയിരിക്കുന്ന സുരക്ഷിത ഇടം, അങ്ങനെയാണ് അത് കാണുന്നത്. അത് കപ്പൽ യാത്ര പോലെ തന്നെയാണ്. കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ ഹോർമുസ് കേന്ദ്രീകരിച്ചു കൊണ്ട് വരുന്നതിൻ്റെ കാര്യം ഏറ്റവും ഷോർട്ട് വേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എളുപ്പത്തിൽ എത്താൻ സാധിക്കും, സാമ്പത്തിക ചെലവിന് പുറമെ സമയലാഭം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കപ്പലുകളൊക്കെ എഞ്ചിൻ തകരാറ് വിഷയങ്ങളെല്ലാം ഇല്ലാതിരിക്കാനും ഷോർട്ട് വേ ഏറ്റവും ഉചിതമായിരിക്കുന്ന മാർഗമായിട്ട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹോർമുസ് കടലൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രദേശമായിട്ട് മാറുന്നത്. സമാനം തന്നെയാണ് ഇവിടുത്തെ കേബിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നത്. മെഡിറ്ററേനിയൻ കടൽ വഴി ചെങ്കടലിലൂടെ അറേബ്യൻ കടൽ കടന്ന് UAE, ഒമാൻ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന കേബിളും ഈ വഴിയാണ് ഉള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ, 30ഓളം രാജ്യങ്ങൾ ഈ പറയപ്പെട്ട കേബിളിനെ ഹോർമുസ് കടലുമായിട്ട് ആശ്രയിക്കുന്നു, അല്ലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാന കേബിളിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 3 കേബിളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് ഫ്ലാഗ് കേബിളാണ്, ഫൈബർ ഓപ്റ്റിക് ലിങ്ക് അറൗണ്ട് ദി ഗ്ലോബ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. രണ്ടാമത് CMEV, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ്, അതാണ് രണ്ടാമത്തെ കേബിൾ. മൂന്നാമത്തെ GBI, ഗൾഫ് ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ. ഈ 3 കേബിളാണ് ഏറ്റവും പ്രധാനമായ രീതിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നത്. ഹോർമുസ് കടൽ ഒരു ചോക്ക് പോയിന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ വലിയൊരു ഭാഗം ഈ പാതയിലൂടെ കടന്നു പോകുന്നു. എനർജി, അതേപോലെ തന്നെ ഡിജിറ്റൽ, രണ്ടിനും, അതായത് എനർജി റൂട്ടിൻ്റെയും ഡിജിറ്റൽ റൂട്ടും യഥാർത്ഥത്തിൽ ഈ ഹോർമുസ് കടലാണ് എന്നതിനാൽ ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്നത് ഇറാനായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് സർവ്വ മേഖലയിലും ഇടപെടാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. ഇറാൻ്റെ വാക്കുകളും നിലപാടുകളും സമീപനങ്ങളും യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ കാതലായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ആരംഭം ഇറാനുമായിട്ട് ആക്രമിച്ചതാണ് എന്ന് മിഡിൽ ഈസ്റ്റ് തന്നെ ഇപ്പോൾ പരാതി പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സാമ്പത്തികപരമായിരിക്കും സഹായം ചോദിച്ചിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതായത് ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനങ്ങൾ വെക്കാനും സ്ഥാപിക്കാനും ഒക്കെ വലിയ സാമ്പത്തിക ചെലവ് അമേരിക്കക്കുണ്ട് എന്നതിനാൽ ആ പണം നൽകണം എന്നുള്ളത്. അറേബ്യൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല, ചില രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക നഷ്ടം നിങ്ങൾ ഞങ്ങൾക്കാണ് തരേണ്ടത്. കാര്യം നിങ്ങളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിൽക്കുന്ന കാരണത്താലാണ് ഞങ്ങളുടെ രാജ്യത്തിന് പോലും വലിയ സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടാണ് പണം തരേണ്ടത് എന്നുള്ളത്. അമേരിക്ക പറയുന്നത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന്. ഈ അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നു നിങ്ങളുടെ കാരണത്താലാണ് യുദ്ധം ഉണ്ടായത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടാണ് തരേണ്ടത്. അങ്ങനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും തമ്മിൽ അകന്നു നിൽക്കുന്ന, അല്ലെ ഒരു അകൽച്ചയിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ടോൾ പിരിവ് നടത്തുക എന്നുള്ളത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും നടക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ സ്വരൂപിക്കപ്പെട്ട പണം ഇൻ്റർനാഷണൽ ബാങ്കിൽ, ഇറാൻ്റെ ഇൻ്റർനാഷണൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യ ഓഫീസിൽ
ഓഫീസിൽ നിന്ന് ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചു. ഞങ്ങൾ ശേഖരിക്കപ്പെട്ട പണം ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, രാജ്യ പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കപ്പലിലുള്ള ആളുകൾ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമേരിക്ക ഇതിനെ തടസ്സം നിൽക്കുന്നു, കൊടുക്കരുത് എന്നൊക്കെ പറയാമെന്നല്ലാതെ അമേരിക്കയ്ക്ക് ഒരിക്കലും ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലിനെ അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇറാൻ്റെ അനുവാദമില്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് സഹകരിച്ചാൽ തങ്ങളുടെ കപ്പൽ കടന്നു പോവുകയെങ്കിലും ചെയ്യും. അമേരിക്കയായിട്ട് സഹകരിച്ചാൽ വെറുതെ ഇറാൻ്റെ ശത്രുത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളിടത്തേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. തുറമുഖങ്ങളെ ഉപരോധിക്കുന്നത് യുദ്ധപ്രഖ്യാപനമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ സൈനികർ തങ്ങളുടെ ഹോർമുസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് യുദ്ധമാണ് അവർ ഉദ്ദേശിക്കുന്നത്. കരാർ തെറ്റിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സങ്കീർണമാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. കരാർ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഈ വെടിനിർത്തൽ കരാർ 14 ദിവസത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം തന്നെ അത് പ്രഖ്യാപിച്ചാണ് ട്രൂത്ത് സോഷ്യലിലൂടെ. അതോടുകൂടി ഇറാൻ അത് പാലിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനോടനുബന്ധിച്ച് തന്നെയാണ് തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസ് കടലിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഉപരോധം സൃഷ്ടിക്കുന്നു. വൈമാനിക ഉപരോധം സൃഷ്ടിച്ചു, അതേപോലെ തന്നെ കടൽ ഉപരോധം സൃഷ്ടിച്ചു. അപ്പോൾ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പലിനെയും തിരിച്ചു പോകുന്ന കപ്പലിനെയും തടയപ്പെടുക എന്നതാണ് ഉദ്ദേശം. അത് യുദ്ധം തന്നെയാണ്. അപ്പോൾ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ അവർ ലംഘിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തങ്ങൾക്കും യുദ്ധം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തു. പകരം ഞങ്ങൾ 2 കപ്പൽ പിടിച്ചെടുക്കുകയും 3 കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇത് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 2 കപ്പൽ ഇറാൻ്റെ തീരത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നു, 1 കപ്പൽ ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് 2 കപ്പലിന് അത്യാവശ്യം നന്നായിട്ട് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. UAEയുടെ ഒരു കപ്പൽ ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് കരാറാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കില്ല, അവർ പുറത്തു വിട്ടിട്ടില്ല. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അത് വെറും മൂഢമായിരിക്കുന്ന പാതിരാ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. തങ്ങൾ രാജ്യത്തെ ആക്രമിച്ചിട്ടില്ലെന്നും തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെ തങ്ങൾ തിരിച്ചടി നൽകുകയാണ് എന്നുള്ള കാര്യവും ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് കേബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേ ഒരു വിഷയം ഇതിനു മുമ്പ് ഈ യമനും ഈ അമേരിക്കയും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് യമനിലെ ഹൂത്തികൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് തന്നെയാണ്. കാര്യം ഹോർമുസ് കടൽ കടന്നിട്ട് ഈ ഡാറ്റ കേബിളുകൾ പ്രവേശിക്കുന്നത് ചെങ്കടലിലേക്കാണ്. ചെങ്കടലിൽ നിന്നാണ് പിന്നീട് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നിട്ട് ചെങ്കടലിൽ എത്തിക്കാനാണെങ്കിൽ ചെങ്കടലിൽ വെച്ചുകൊണ്ട് തങ്ങൾ അതിനെ തകർക്കും എന്നാണ് പറഞ്ഞത്. ഇറാന് വലിയ യുദ്ധത്തിലില്ലാത്ത സമയമാണ്. ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. തങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും, ഈ ഡാറ്റ കേബിളുകൾ ചെങ്കടലിൽ വെച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി പറ്റും. ചില കേബിളൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്ന് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നാണ്. ഫ്രാൻസിലെ പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ കേബിളിനൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, അത് ഹൂത്തികൾ ആക്രമണം നടത്തിയതാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ. എന്നാൽ വലിയ മാരകമായിരിക്കുന്ന കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് അറിയാൻ വേണ്ടി സാധിച്ചത്. അതങ്ങനെ പോയി. പക്ഷേ ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിൻ്റെ സൈനിക സംവിധാനമൊന്നുമല്ല, ഒരു വിമതപക്ഷമാണ്. യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ട്. അതിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സന കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്നതിനാൽ അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പരിവേഷമില്ല. പക്ഷേ ഇറാൻ പറയുന്നിടത്ത് അതിന് ഔദ്യോഗികത ഉണ്ട്. കാര്യം ഇറാൻ സംസാരിക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റാണ് സംസാരിക്കുന്നത്, ആധികാരികമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. കടലും കടൽ പരപ്പുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തുക എന്നുള്ളത് എല്ലാ കാലത്തും ഇറാൻ ചെയ്തതാണ്. നമ്മൾക്ക് നേരെ ഒരു ശത്രുപക്ഷം കടന്നു കയറുക എന്ന് പറഞ്ഞാൽ അത് കടലിലൂടെ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. 2 തരത്തിലാണ് അവർ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയത്. ഒന്ന്, നമ്മൾക്ക് നേരെയുള്ള ശത്രുക്കൾ വരിക കടൽ കേന്ദ്രീകരിച്ച് എന്ന് പറയുന്ന സമയത്ത് ഈ മേഖല ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന സർവ്വ മേഖലയിലെയും ഏകദേശം 40 മുതൽ 60% കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോരോ കടലില്ല, മെഡിറ്ററേനിയൻ കടൽ മുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, അറബിക്കടൽ വരുന്നുണ്ട്, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്, ഹോർമുസ് കടലിൻ്റെ ഭാഗം വരുന്നുണ്ട്, ഒമാനുമായിട്ട് ബന്ധപ്പെട്ട കടലിടുക്ക് വരുന്നുണ്ട്. അങ്ങനെ പല കടൽ ഭാഗങ്ങളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ശത്രുപക്ഷം നമ്മൾക്കെതിരെ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ കടലിടുക്കിലൂടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കടലും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് സൈനികർക്ക് നിർദ്ദേശം നൽകപ്പെട്ടതാണ്. അതിലൊരു സൈക്കോളജി ഉണ്ട്, ആ സൈക്കോളജി പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് പിന്നീടുണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത് ആകാശ യുദ്ധമാണ്. കരയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഒരുപക്ഷെ മാത്രം ഉണ്ടാകുന്നതാണ് കരയുദ്ധം.
ആകാശയുദ്ധം ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ആകാശയുദ്ധത്തിലൂടെയാണ് അമേരിക്ക സൈനിക ശക്തി നേടിയത്. രണ്ടാം ലോകയുദ്ധത്തിൽ ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത് അമേരിക്ക യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു ആകാശ യുദ്ധമാണ് അവിടെ വന്നത്. ഈ ആകാശ യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തിനെ തന്നെ തകർത്തു എന്ന് മാത്രമല്ല, രണ്ടാം ലോക യുദ്ധത്തിൽ സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പ്രേരക ശക്തിയായതും ഈ പറയപ്പെട്ട ആണവ സ്ഫോടനം ഉപയോഗിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനോട് പറയുന്നത്, ഇറാൻ്റെ സൈനികരോട് ഇറാൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്, രണ്ട് യുദ്ധം നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടതാണ്. അതിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സുശക്തമാക്കേണ്ടതാണ്. ഒന്ന് കടൽ യുദ്ധമാണ്, രണ്ടാമത്തെ ആകാശയുദ്ധമാണ്. ഈ കടൽ യുദ്ധത്തിൽ 100% തന്നെ ഇറാനെ സംബന്ധിച്ചോ അത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം അമേരിക്ക ഒരു കപ്പൽ പിടിച്ചെടുത്തപ്പോൾ ഇറാൻ 2 കപ്പൽ പിടിച്ചെടുത്തു. 3 കപ്പൽ ഏറെക്കുറെ തകരാറിലായിട്ടുണ്ട്, അല്ലെ ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു. ഇനി ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും വലിയ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ വെടിവെച്ച് താഴ്ത്തിട്ടു. 5ാം തലമുറയിൽപ്പെട്ട ഏകദേശം $2000 കോടി ചിലവുള്ള വിമാനമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആകാശയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ഹോർമുസിൽ ഡാറ്റ കേബിളും തകരാറിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ നീങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലം ഏറെക്കുറെ ലോകം മുഴുവനും അനുഭവിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം.